ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ ചരിത്രപ്രേമികൾക്ക് ഉദയംപേരൂർ സൂനകദോസ് ഒരു പുനർവായന എന്ന പരമ്പരയുടെ 6ാം ഭാഗത്തേക്ക് സുസ്വാഗതം. ട്രെൻഡ് കൗൺസിലിനെ സംബന്ധിച്ചായിരുന്നല്ലോ നാം വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുക. 1534 മുതൽ 1549 വരെ സഭയുടെ തലവനായിരുന്ന പോൾ മൂന്നാമൻ പാപ്പ ആരംഭം കുറിച്ച ട്രെൻഡ് കൗൺസിൽ ജൂലിയസ് മൂന്നാമൻ പാപ്പായുടെയും മാർസല്ലസ് രണ്ടാമൻ പാപ്പായുടെയും പോൾ നാലാമൻ പാപ്പായുടെയും കാലങ്ങളിലൂടെ കടന്നുപോയ ഒരു സമ്മേളനമായിരുന്നു. ഈ സമ്മേളനം സമാപിക്കുന്നത് പിയൂസ് നാലാമൻ പാപ്പയുടെ കാലത്ത് 1563 എന്നതും ശ്രദ്ധേയമാണ്. പ്രൊഫസർ റവറൻ ഡോക്ടർ കൂടപ്പുഴയുടെ തിരുസഭാ ചരിത്രം എന്ന പുസ്തകത്തിൽ 783-784 പുറങ്ങളിലായി സഭാചരിത്രകാരനായ PR ജനേലിൻ്റെ നിരീക്ഷണം കാണാം. അതിൽ അദ്ദേഹം പറയുന്നു, സഭയുടെ 19ാം സാർവത്രിക സൂനകദോസായ ട്രെൻഡ് സൂനകദോസ് മറ്റേത് കൗൺസിലുകളെയും അതിശയിക്കുന്നു. മധ്യയുഗ നവോത്ഥാനത്തിൻ്റെ ഉത്തമ സന്താനമാണ് ഇത്. നവോത്ഥാനത്തിലെ നല്ലവയെല്ലാം സ്വീകരിച്ച സൂനകദോസ് ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള യുക്തിഭദ്രത, ശാസ്ത്രീയ വീക്ഷണം, പക്വമായ ജ്ഞാനം, കാലാനുയോഗ്യത മുതലായവയെല്ലാം ഉൾക്കൊണ്ടു. ഇവയുടെ എല്ലാം ഫലമായി മധ്യകാല സഭയെ യൗവനയുക്തയാക്കുവാൻ കഴിഞ്ഞു എന്നും PR നിരീക്ഷിക്കുന്നു. ഇതിൻ്റെ കാനോനകളും ഡിഗ്രികളും അഗാധ ചിന്തയുടെയും വ്യക്തമായ വീക്ഷണത്തിൻ്റെയും ബഹിർസ്ഫുരണമായിട്ടാണ് കാണുക. അനുപമങ്ങളായ സാഹിത്യ ഗുണങ്ങളും ഇതിനുണ്ട്. അങ്ങനെ യൂറോപ്പിലെമ്പാടും രാജ്യങ്ങളൊട്ടാകെയും പുതിയ ഒരു ജീവൻ തളിരിട്ടു. ഇതാണ് PRൻ്റെ നിരീക്ഷണം. ഷ്രോഡർ തയ്യാറാക്കി അവതരിപ്പിച്ച ട്രെൻഡ് കൗൺസിൽ എന്ന പുസ്തകത്തിൻ്റെ 40 മുതൽ 48 വരെയുള്ള പുറങ്ങളിൽ നിന്നും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. പ്രിയരെ, എൻ്റെ ആമുഖ ഭാഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്തതായി നമ്മോട് സംവദിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി സാറാണ്. അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത് ഡോം അലക്സിസ് മെനേസിസ് ഉദയംപേരൂർ സൂനകദോസിനായി കൈക്കൊണ്ട മുൻകരുതലുകൾ എന്ന വിഷയമാണ്. ആയതിലേക്ക് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി സാറിനെയും അവ ശ്രദ്ധിക്കുന്നതിനും ശ്രവിക്കുന്നതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്നതിനുമൊക്കെയായി പ്രിയ ശ്രോതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കേരള സഭയിൽ അർക്കദിയാക്കോന്മാരുടെ ഭരണവും പൗരസ്ത്യ ദേശങ്ങളിൽ നിന്നെത്തിയിരുന്ന മെത്രാന്മാരുടെ ആത്മീയ നേതൃത്വവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പോർട്ടുഗീസുകാരിവിടെ വരുന്നതും. അതിൻ്റെ ഒരു പിൽക്കാല സംഭവം എന്നുള്ള നിലയിൽ ഗോവ മെത്രാപ്പൊലീത്തയായ അലക്സിസ് ഡോ മെനേസിസിന്റെ നേതൃത്വത്തിൽ ഉദയംപേരൂർ സൂനകദോസ് സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് സഭയുടെ ഭരണത്തിൽ അർക്കദിയാക്കന്മാരുടെ നേതൃത്വം, വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങളിലെ പൗരസ്ത്യ മെത്രാന്മാരുടെ, അത് നെസ്തോറിയസിൻ്റെ പഠനങ്ങൾ പിന്തുടരുന്ന മെത്രാന്മാരാണെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അവരുടെ ആത്മീയ നേതൃത്വമുള്ള ഈ ഇവിടെ ഒരു സൂനകദോസ് സംഘടിപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് മെനേസിയസിന് അറിയാമായിരുന്നു. കാരണം അന്നത്തെ വൈദികർ പോലും മെനേസിയസിനോട് അധികം പേരെ സഹകരിക്കുമായിരുന്നു എന്ന് തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ വലിയ പ്രതിബന്ധങ്ങളാണ് എന്നുള്ളത് കൊണ്ട് സൂനകദോസ് സംഘടിപ്പിക്കുന്നതിന് ചില മുൻകരുതലുകൾ എടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിൽ ഒന്നാമത്തേത്, അദ്ദേഹം കടുത്തുരുത്തി, അങ്കമാലി, പറവൂര് തുടങ്ങിയ ക്രൈസ്തവ പ്രദേശങ്ങളിൽ സന്ദർശിച്ച്
അവിടെയെല്ലാം വൈദികരാകാൻ ആഗ്രഹിച്ചിരുന്ന വൈദികാർത്ഥികൾക്ക് പൗരോഹിത്യം നൽകുന്നു. ഏതാണ്ട് 100-ലധികം പേർക്ക് പൗരോഹിത്യം നൽകിയതായിട്ടാണ് സൂചന കാണുന്നത്. ഉദയംപേരൂർ സുനോദോസിൽ പങ്കെടുത്തിരുന്ന വൈദികരുടെ എണ്ണം 153 ഇതിൽ ഈ 100-ലധികം വൈദികരെങ്കിലും മെനേസിസ് നേരിട്ട് പൗരോഹിത്യം കൊടുത്തവരായിരുന്നു എന്നുള്ളത് കൊണ്ട് മെനേസിസിന്റെ അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കാൻ അവർ സന്നദ്ധരായിരുന്നു എന്ന് കരുതണം. അങ്ങനെ വൈദികരുടെ ഭൂരിപക്ഷ പിന്തുണ എന്നുള്ളത് ഉറപ്പാക്കാൻ അദ്ദേഹം സ്വീകരിച്ച ഒരു തന്ത്രമായിട്ട് കൂടി ഇതിനെ കണക്കാക്കേണ്ടതാണ്. ഇതോടുകൂടി അൽമായരുടെ കാര്യത്തിലും അൽമായരും അർക്കദിയാക്കോനെയും പൗരസ്ത്യമെത്രാന്മാരെയും പിന്തുടരുന്നവരായിരുന്നല്ലോ. അവരുടെ ഇടയിൽ നിന്നും കുറേ ആളുകളെ തനിക്ക് പിന്തുണക്കാരായി കിട്ടണമെന്ന് മെനേഷ്യസ് ആഗ്രഹിച്ചു. അതിനാദ്യം അദ്ദേഹം ചെയ്തത് സൂനകദോസിൽ പങ്കെടുക്കാൻ വൈദികരെ ക്ഷണിച്ചപ്പോൾ വൈദികരുടെ കുടുംബാംഗങ്ങൾക്ക് കൂടി അതിൽ പങ്കെടുക്കാം എന്ന് വന്നു. പേരൻസ് ആൻഡ് റിലേറ്റീവ്സ് എന്നാണ് ഗുവയ എഴുതിയ ജോർണാഡോ എന്ന ആ വിവരണ ഗ്രന്ഥത്തിൽ കാണുന്നത്. അങ്ങനെ വൈദികരുടെ പേരൻസും അവരുടെ റിലേറ്റീവ്സും അവർ കൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ മെനേസിസിനെ അനുകൂലിക്കുന്ന വൈദികരുടെ കുടുംബാംഗങ്ങളും മെനേസിസിന് അനുകൂലികളായി നിലകൊള്ളും. ഇതോടൊപ്പം അദ്ദേഹം ഈ കുടുംബാംഗങ്ങളെ മാത്രമായിട്ട് ഇവിടെ സുനോദോസിൽ പങ്കെടുപ്പിക്കാനല്ല തീരുമാനിച്ചത്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള സുനോദോസിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയ സംഖ്യ അൽമായരെ സുനോദോസിൽ പങ്കെടുപ്പിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. 660 അൽമായരും 153 വൈദികരും പങ്കെടുത്ത ഉദയംപേരൂർ സുനോദോസ്. അപ്പോൾ സുനോദോസിൽ വളരെ വ്യക്തമായും അൽമായ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സുനോദോസ് ചരിത്രത്തിൽ വേറെ നടന്നതായി കാണുന്നില്ല. അതുതന്നെ മെനേസിയസിന്റെ ഒരു പ്രത്യേക തന്ത്രമായിരുന്നു എന്നുകൂടി കരുതുന്നതിൽ കുഴപ്പമില്ല. കാരണം സുനോദോസ് വിജയിപ്പിച്ചെടുക്കണം. 8 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു സംരംഭമാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ അൽമായരെ ഇത്രയും പേരെ, അതായത് ഒരു ഇടവകയിൽ നിന്ന് വൈദികനും 4 or 5 അൽമായരും കൂടി വന്നുകൊള്ളാനാണ് നിർദ്ദേശം. അപ്പം ഇങ്ങനെ വരുന്ന അൽമായരെന്ന് പറയുന്ന ആ സമൂഹത്തിലെ പ്രമുഖരായ വ്യക്തികളായിരിക്കും. ഈ സുനോദോസ് കൂടുന്നതിന് മുമ്പ് തന്നെ മെനേസിയസ് പല സ്ഥലത്തുമുള്ള അൽമായ പ്രമുഖരെ വിളിച്ചു കൂട്ടുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ട്. കാനോനകൾ എഴുതി തയ്യാറാക്കിയതിന് ശേഷം ആ കാനോനകൾ തിരഞ്ഞെടുക്കപ്പെട്ട വൈദികരുടെയും തിരഞ്ഞെടുക്കപ്പെട്ട അൽമായരുടെയും മുമ്പിൽ അദ്ദേഹം ചർച്ചയ്ക്ക് വയ്ക്കുന്നതായി കാണുന്നുണ്ട്. ഗുവയ അത് കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത വൈദികരും അൽമായ പ്രമുഖരും മെനേസിയസിന്റെ അനുകൂലികളായി മാറാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇതോടൊപ്പം ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട അൽമായ പ്രമുഖരോട് അദ്ദേഹം പറഞ്ഞത് മറ്റ് അൽമായരെ കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ സുനോദോസിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കണമെന്നായിരുന്നു. അങ്ങനെ വൈദികർക്കിടയിലും അൽമായർക്കിടയിലും സുനോദോസ് മെനേസിയസ് സുനോദോസിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ തയ്യാറായി. ഇതോടൊപ്പം അന്ന് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ അർക്കദിയാക്കോൻ മെനേസിയസിനെ ഒരിക്കലും അനുകൂലിക്കുന്നില്ലല്ലോ. അർക്കദിയാക്കോനുമായി നടന്ന അനുരഞ്ജന ചർച്ചകളെല്ലാം പരാജയപ്പെട്ടപ്പോൾ മെനേസിയസ് ഒരു കാര്യം ചെയ്തു. കൊച്ചി രാജാവിനെ നേരിട്ട് കണ്ട് അർക്കദിയാക്കോന്റെ പ്രശ്നം പറയുകയും തനിക്ക് അനുകൂലമായി അർക്കദിയാക്കോന്റെ നിലപാട് മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കൊച്ചി രാജാവ് അർക്കദിയാക്കോനെ വിളിച്ചു വരുത്തുകയും മെനേസിയസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി സുനോദോസ് വിളിച്ചു കൂട്ടാനുള്ള ക്ഷണക്കത്തിൽ അർക്കദിയാക്കോന്റെ പേരും ഉപ്പും കൂടി ചേർത്താണ് അയച്ചത്. ഇതൊക്കെ മെനേസിയസ് സുനോദോസിന് അനുകൂലമായി സ്വീകരിച്ച മുൻകരുതലുകളുടെ ഭാഗമാണ്. ഇതുകൊണ്ടും തീർന്നില്ല. ഇത് കഴിഞ്ഞ് അദ്ദേഹം ഈ കൊടുങ്ങല്ലൂരിൽ താമസിച്ചുകൊണ്ടാണ് പോർച്ചുഗീസ് ഭാഷയിൽ, അദ്ദേഹത്തിന്റെ മാതൃഭാഷയിൽ സുനോദോസിന് വേണ്ടുന്ന കാനോനങ്ങൾ എഴുതിയുണ്ടാക്കിയത്. അത് അപ്പാടെ
സോനോസിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്ത് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ അത് ഏകപക്ഷീയമായി പാസ്സാക്കിയെടുക്കാനല്ല അദ്ദേഹം തയ്യാറായത്.